അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബറകാതുഹു. എൻ്റെ ദീൻ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വെൽത്ത് എങ്ങനെ കൂട്ടാമെന്നതാണ്. എല്ലാ മനുഷ്യരുടെയും ജീവിത പ്രശ്നം തന്നെയാണ് മണി അല്ലെങ്കിൽ സമ്പത്ത് എന്ന് പറയുന്നത്. അതെങ്ങനെ നമുക്ക് കൂട്ടാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഒന്നാമതായി നാം ചെയ്യേണ്ടത് നമുക്ക് അല്ലാഹു നൽകിയിട്ടുള്ള എണ്ണമറ്റ അനുഗ്രഹങ്ങൾക്ക് നാം എപ്പോഴും അല്ലാഹുവിനോട് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, നമുക്ക് അല്ലാഹു തന്ന അനുഗ്രഹങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താനാകുമോ നമുക്ക്? ഒരിക്കലും അതിനൊന്നും അല്ലാഹുവിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും അല്ലാഹുവിനോട് എപ്പോഴും നന്ദി പറയുക. അൽഹംദുലില്ലാ എന്ന് അല്ലാഹുവിനോട് ആത്മാർത്ഥമായി പറയാൻ ശ്രമിക്കുക. നമുക്ക് അല്ലാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്കും അല്ലാഹുവിന് നമുക്ക് നൽകാനിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കും എപ്പോഴും നന്ദി പറയുക. അല്ലാഹുവിന് ശുക്ർ ചെയ്യുന്നത് അല്ലാഹു നമ്മുടെ ആരോഗ്യവും സമ്പത്തും എല്ലാം വർദ്ധിപ്പിച്ചു തരുന്നതിന് കാരണമാകും. നാം എപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യവും അത് തന്നെയാണ്. നമുക്ക് എന്ത് ഇല്ല എന്നുള്ളത് മാത്രമാണ് നമ്മൾ പലപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ നമുക്ക് അല്ലാഹു നിറയെ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അത് നമ്മൾ ഒരിക്കലും മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല. എപ്പോഴും നമുക്കില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ആ പരാതി ഒഴിവാക്കി അല്ലാഹു നമുക്ക് തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു തരിക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയവുമില്ല. അല്ലാഹുവിൽ വിശ്വസിക്കുക, പരിപൂർണമായി അല്ലാഹുവിനെ വിശ്വസിക്കുക. അല്ലാഹുവിൽ വിശ്വസിച്ച് നിങ്ങൾ ആത്മാർത്ഥമായി ദുആ ചെയ്യുക, ആത്മാർത്ഥമായി അല്ലാഹുവിന് ശുക്ർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ അല്ലാഹുവിനോട് എപ്പോഴും ദുആ ചെയ്യുക. സമ്പത്ത് വർദ്ധിപ്പിച്ച് തരുന്നതിന് വേണ്ടിയും ആരോഗ്യം വർദ്ധിപ്പിച്ച് തരുന്നതിന് വേണ്ടിയും അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അടുത്തതായുള്ളത് സക്കാത്ത് വർദ്ധിപ്പിക്കലാണ്, അല്ലെങ്കിൽ ചാരിറ്റി ചെയ്യുക. അതായത് ദാനധർമ്മങ്ങൾ ചെയ്യുക. നമുക്ക് അല്ലാഹു നൽകിയിട്ടുള്ള സമ്പത്തിൽ നിന്നും ഒരു ചെറിയ ഭാഗം മറ്റുള്ളവർക്കായി നൽകുക. ഓർക്കുക, നമുക്ക് മുന്നിൽ ആരെങ്കിലും ഒരാൾ കഷ്ടപ്പെടുന്നുവെങ്കിൽ, നാം അത് കാണുന്നുവെങ്കിൽ അത് ഉറപ്പായും അവർക്കുള്ള പരീക്ഷണമല്ല, അത് നമുക്കുള്ള പരീക്ഷണം കൂടിയാണ്. അതായത് നമ്മുടെ മുന്നിൽ ഒരാൾ കഷ്ടപ്പെടുന്നത് നാം കാണുന്നുണ്ടെങ്കിൽ അയാളെ സഹായിക്കേണ്ടത് നമുക്കുള്ള പരീക്ഷണമാണ്. അല്ലാഹു നമ്മളെ പരീക്ഷിക്കുന്നതാണ്. നമ്മൾ അദ്ദേഹത്തെ സഹായിക്കുമോ, അദ്ദേഹത്തിന് സമ്പത്ത് കൊണ്ടോ മറ്റെന്തെങ്കിലും രീതിയിൽ നമുക്ക് സഹായിക്കാൻ കഴിയുമോ എന്ന് അല്ലാഹു നമ്മെ പരീക്ഷിക്കുന്നതാണ്. നമ്മളാൽ കഴിയുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിച്ചു കൊണ്ടേയിരിക്കുക. നാം മറ്റൊരാളെ സഹായിക്കുകയാണെങ്കിൽ അല്ലാഹു നമ്മെ തീർച്ചയായും സഹായിക്കും. പണം കൊടുത്ത് തന്നെ സഹായിക്കണമെന്നില്ല, ഏതൊരു രീതിയിലും നമുക്ക് കഴിയുന്ന രീതിയിൽ സഹായിക്കുക. അല്ലാഹു എനിക്കും നിങ്ങൾക്കും സമ്പത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കേൾക്കാം. മഅസ്സലാമ.